പാലക്കാട് തരൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ബാബു. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് പ്രധാന ചർച്ചാ വിഷയമാണ്. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ മണ്ഡലത്തിൽ ചർച്ചയാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ ആവേശകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമായ തരൂർ മണ്ഡലം, ആ തരൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ബാബു നമ്മുടെ കൂടെ ചേരുകയാണ്. അവസാന മണിക്കൂറുകളിൽ എങ്ങനെയാണ് പ്രചാരണം? പരമാവധി ആളുകളെ നേരിട്ട് കാണുകയാണ്. എന്താണ് ഇന്ന് കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ്, പക്ഷേ ഇന്നും എല്ലാ ഗ്രാമങ്ങളിലും ഉള്ള ആളുകളെ നേരിട്ട് കാണാനുള്ളൊരു സംവിധാനത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ വടക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഇന്നുള്ളത്. ഈ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ നമുക്ക് വീടുകളിൽ സമ്പർക്കം നടത്തുന്ന ഉൾപ്പെടെ, അതായത് റോഡ് സൈഡിലുള്ള വീടുകളിൽ സമ്പർക്കം നടത്തുന്നതിന് ഉൾപ്പെടെയുള്ള പരമാവധി ആളുകളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. വലിയ മാറ്റം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ പഞ്ചായത്തിനകത്ത് തന്നെ ഉണ്ട്. കാരണം ഇവിടെ കഴിഞ്ഞ 15 വർഷക്കാലമായി ഭരിച്ചിട്ടുള്ള MLA-മാരുടെ പിടിപ്പുകേട് കൊണ്ട് വികസനം മുരടിച്ചു കിടക്കുന്ന ഒരു പഞ്ചായത്തായി വടക്കഞ്ചേരി പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. മലയോര കർഷകർക്ക് കൃഷി ചെയ്യാൻ പോലും നിവൃത്തിയില്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരിച്ചുള്ള MLA-മാർക്ക് സാധിച്ചിട്ടില്ല. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവസാന മണിക്കൂറുകളിലും പ്രധാനമായിട്ടും മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണോ, അതോ സംസ്ഥാന ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലത്തെ ഒക്കെ വിഷയങ്ങളൊക്കെ ചർച്ചയാണോ അവിടെ? ആളുകളുടെ പ്രതികരണം വളരെ സർക്കാരിനെതിരെയുള്ള ജനവികാരം വലിയ തോതിൽ താഴെത്തട്ടിലുണ്ട്. ശബരിമല സ്വർണം ഉൾപ്പെടെയുള്ള ഇടതു വലതു മുന്നണികളുടെ ഈ കൊള്ളക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി, നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വടക്കഞ്ചേരിയിലെ ഉൾപ്പെടെ വലിയ മുന്നേറ്റം പലയിടങ്ങളിലും, തരൂർ മണ്ഡലത്തിലെ പലയിടങ്ങളിലും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണോ? ഈ വടക്കഞ്ചേരി പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി 3 സീറ്റുകളിൽ പഞ്ചായത്ത് അംഗങ്ങൾ കൂടെ ഉണ്ട്. 3 സീറ്റുകളിൽ വലിയ തരത്തിലുള്ള വിജയമാണ് കൈവരിച്ചിട്ടുള്ളത്. അത് തുടർന്നും ഉണ്ടാവും. ആ ഒരു പ്രതിഫലനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഗുണം ചെയ്യും. എങ്ങനെയാണ് കൊട്ടിക്കലാശം, ഏത് ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു കൊട്ടിക്കലാശം തുടങ്ങുന്നത്? റോളക്സ് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് ബൈക്ക് റാലിയായി വടക്കഞ്ചേരി ടൗണിൽ, സ്റ്റേഷൻ്റെ മുമ്പിലുള്ള വടക്കഞ്ചേരി ടൗണിലാണ് നമ്മൾ സമാപിക്കുന്നത്. വലിയ പ്രചരണ പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മണിക്കൂറുകളിലും തികഞ്ഞ നല്ല ശക്തമായ ആത്മവിശ്വാസം. തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൊട്ടിക്കലാശം തന്നെ നമുക്ക് ഒരു 1000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ്. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ മണ്ഡലത്തിൽ ഇപ്പോഴും ഈ അവസാന മണിക്കൂറുകളിലും സജീവ ചർച്ചയാണെന്നുള്ളതാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ഒപ്പം ഈ കൊട്ടിക്കലാശം ഇന്നിപ്പോൾ വലിയ ആവേശകരമായിട്ട് വൈകിട്ട് വടക്കഞ്ചേരി നഗരത്തിൽ നടക്കും എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ബാബു വ്യക്തമാക്കുന്നത്.